മംഗലാപുരത്തുള്ള ഒരു തോക്കച്ചവടക്കാരനും അയാളുടെ 2 മക്കളും അവരുടെ ഗ്യാങ്ങും, വയനാടുള്ള ഒരു റൈഫിൾ ക്ലബ്ബ് മെമ്പേഴ്സും അവരുടെ ഫാമിലി അതിലുള്ള മെമ്പേഴ്സും. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മംഗലാപുരം ടീം ഈ വയനാടുള്ള ക്ലബ്ബ് മെമ്പേഴ്സിനായിട്ട് കോർക്കാൻ വരും. അപ്പോൾ അവർ തമ്മിലുള്ള ക്ലാഷാണ് ഈ സർവൈവൽ ആക്ഷൻ മൂവിയായ റൈഫിൾ ക്ലബ്ബിൽ പറയണത്. ഫസ്റ്റ് പറയാനുള്ളത് ഈ പടത്തിൻ്റെ നരേഷനെ കുറിച്ചാണ്. അതായത് ഡയറക്റ്റ്ലി സ്ട്രൈറ്റ് ടു ദ പോയിന്റ് 1, 2, 3 പറഞ്ഞ പരിപാടി തീർക്കണം. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് കാണിച്ച് അവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് പരിപാടി. പിന്നെ മൊത്തം അങ്ങോട്ട് വെടിയും പോകുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ വൈബ് ഇടിവെട്ട് ഡയലോഗ്സ്. ക്യാമറ, ഡയറക്ഷൻ, പ്രൊഡ്യൂസർ ആഷിഖ് കപൂറാണ്. പെശക് പണിയാണ് ചെയ്തേക്കണം. ഒരു അമൽ നീരത്ത് പടത്തിൻ്റെയൊക്കെ വൈബ്. എഡിറ്റിങ് വിസാജനാണ്. സ്പോട്ട് ഓൺ പരിപാടിയാണ്. നല്ല ക്ലീൻ കട്ട്സും ഒരു റിട്രോ സ്റ്റൈൽ പരിപാടിയാണ് പിടിച്ചേക്കണം. പിന്നെ മ്യൂസിക് റെക്സ് വിജയൻ. പടത്തിൻ്റെ വൈബും മൂഡ് അനുസരിച്ചിട്ട് അമ്മാതിരി പണിതുണ്ട്. പ്രത്യേകിച്ച് ഹനുമാൻ കൈൻഡിൻ്റെ ഒരു 2ാമത്തെ എൻട്രി ഉണ്ട് ക്ലബിലോട്ട്. ഗൂസ് പമ്പ് പരിപാടിയാണ്. മച്ചാൻ്റെ എൻട്രിയും അതിൻ്റെ ഒപ്പമുള്ള കില്ലർ ഓൺ ദ ലൂസ് എന്ന് പറഞ്ഞ പാട്ടും ആ BGM ഒക്കെ വെറുതെ പോളി സാധനം. പിന്നെ പെർഫോമൻസ്, എൻ്റെ പൊന്നെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഒരാളെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി പണിയാണ് ഓരോരുത്തരും ചെയ്തു വെച്ചേക്കണം. ചിലവർക്കൊക്കെ വളരെയധികം കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളൂ, കുറച്ച് ഡയലോഗുള്ളൂ. പക്ഷേ അവർ വന്ന് നിൽക്കണ സമയവും പറയുന്ന ഡയലോഗൊക്കെ പെശക് എന്ന് പറഞ്ഞാൽ പെശകാണ് സംഭവം. സാധാരണ നമ്മൾ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കണ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗും ആ ഒരു മാനറിസും ഒക്കെയാണ്. ഈ പടത്തിൽ കാണിച്ചേക്കണ പട്ടിൻ്റെയും പൂച്ചൻ്റെയും പന്നിൻ്റെയും വരെ ഓരോ ഷോട്ടും നമ്മൾ മറക്കില്ല. അമ്മാതിരി റോളും ഷോട്ടുമാണ് ഓരോരുത്തർക്ക് കൊടുത്തേക്കണം. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കിയിട്ടാണ് കഥയും കഥാപാത്രങ്ങളും സെറ്റ് ചെയ്തേക്കണം. പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും വൈബും അത് തന്നെയാണ്. വിജയരാഘവൻ നല്ലൊരു ഇരുത്തം വന്ന വേട്ടക്കാരനായിട്ട് കലക്കിയിട്ടുണ്ട്. പോത്തൻ, എൻ്റെ മോനെ, ആക്ച്വലി പോത്തനും അനുരാഗ് കശ്യപ്പുമാണ് ഷോ സ്റ്റോപ്പേഴ്സ്. രണ്ടുപേരുടെ ഡയലോഗ്സും മാനറിസും ആക്ഷനും പരിപാടിയൊക്കെ വേറെ ലെവൽ ഐറ്റം. അവരുടെ ആ എക്സ്പീരിയൻസും ആ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ശരിക്കും ഇതിനകത്ത് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിൽ അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തേക്കണം. നമുക്ക് ആ ഒരു വൈബ് ശരിക്കും കിട്ടും. പിന്നെ ഹനുമാൻ കൈൻഡ്, എൻ്റെ പൊന്നു മോനെ, മച്ചാൻ പാട്ട് മാത്രമല്ല ആദ്യത്തെ പടമേ ആണെന്ന് പറയൂലത്. സൂരജിന് കുറച്ച് സീനും കാര്യങ്ങളുള്ളൂ, പക്ഷെ അത് പുള്ളിക്കാരൻ അങ്ങോട്ട് ഒരു സ്വാഗിൽ അങ്ങോട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഒരു ന്യൂ കമ്മറാണ് ഫസ്റ്റ് പടമെന്ന് ഒട്ടും പറയൂല. പിന്നെ വാണി വിശ്വനാഥ്, പെശക് ഡയലോഗും ഒരു ഇടിവെട്ട് ഷോട്ടൊക്കെ ഉണ്ട്, പോളി സാധനം. പിന്നെ സുരഭി ആവട്ടെ, ദർശനാവട്ടെ, പിന്നെ ഗോഡ് ജോ എന്ന ക്യാരക്ടർ ചെയ്ത വിഷ്ണു, പുള്ളി അത് സ്കോറിംഗ് ആണ്. ഓരോരുത്തരും എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം ഒരാൾ ഒരു ആക്ഷൻ ഡയലോഗ് ഇടുമ്പോൾ അടുത്ത ആൾ അതിൻ്റെ അപ്പുറത്തിടും. അങ്ങനെ ഓരോരുത്തരും അത് മത്സരിച്ച് അങ്ങോട്ട് അഭിനയിക്കണമായിരുന്നു. പക്ഷെ ഒറ്റൊരു കാര്യമുള്ളത്, ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ ഒരു പ്രതീക്ഷിച്ച ഒരു ഗുമ്മ കിട്ടിയില്ല. ഇപ്പോൾ ഉള്ളത് നല്ലതല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ത്രില്ലടിപ്പിച്ച് ഒന്ന് എൻഹാൻസ് ചെയ്യാമായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം പൊളിയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇപ്പോൾ ടോട്ടാലിറ്റി പറയുകയാണെങ്കിൽ സംഭവം ഈ വെടിയും പുകയും കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സംഭവം, ഈ ഒരു ത്രെഡിനെ അവർ ഫുള്ള് പടമാക്കിയേക്കാണ്. പക്ഷെ അത് എടുത്തിരിക്കുന്ന രീതിയാണ് മാസ്. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് പടം ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടതാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി പണി വെച്ചേക്കണം മുതലാണത്. അപ്പോൾ കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഡിബേറ്റ് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.